Hi friends, welcome to my YouTube channel H Media. ഈ വീഡിയോയിലൂടെ 3D Max 2026ലെ ന്യൂ ഫീച്ചേഴ്സിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. 3D ആർട്ടിസ്റ്റുകൾക്ക് പെർഫോമൻസ് ആൻഡ് വർക്ക് ഫ്ലോ ഇംപ്രൂവ് ചെയ്യുന്നതിനും ഈസി ആക്കുന്നതിനും ആവശ്യമായ ഒരുപാട് ന്യൂ ഫീച്ചേഴ്സ് ആൻഡ് അപ്ഡേറ്റ്സുമായിട്ടാണ് 3D Max 2026 റിലീസായിരിക്കുന്നത്. ഏതെല്ലാമാണ് ഈ ഒരു ന്യൂ ഫീച്ചേഴ്സ്, ഈ ഫീച്ചേഴ്സ് എങ്ങനെ യൂസ് ചെയ്യാം തുടങ്ങിയതെല്ലാം ഈ വീഡിയോയിലൂടെ ചെക്ക് ചെയ്യാം. ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപേ ആദ്യമായാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. 3D Max യൂസ് ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സുകളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. കൂടാതെ ഇന്റീരിയർ എക്സ്റ്റീരിയർ വിഷ്വലൈസേഷൻ പേഴ്സണൽ ട്രെയിനിങ്ങും എച്ച് മീഡിയയിൽ അവൈലബിൾ ആണ്. കോഴ്സുകളെ കുറിച്ച് കൂടുതൽ അറിയാനായി താഴെ കാണുന്ന നമ്പറിൽ കോൾ ചെയ്യുകയോ വാട്സപ്പ് മെസ്സേജ് അയക്കുകയോ ചെയ്യാവുന്നതാണ്. താമസിയാതെ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. 3D Max 2026ന്റെ ഇന്റർഫേസ് ആണ് നമ്മളിവിടെ കാണുന്നത്. നമ്മൾ ഈ ഒരു ഇന്റർഫേസിൽ ആദ്യമായി കാണുന്ന അപ്ഡേറ്റ് ക്രിയേറ്റ് പാനലിലെ സെർച്ച് ഓൾ ഒബ്ജക്ട്സ് എന്ന ഈ ഒരു ഓപ്ഷനാണ്. ഈ സെർച്ച് ബാറിലൂടെ നമുക്ക് ആവശ്യമുള്ള ഒബ്ജക്റ്റുകളെ സെർച്ച് ചെയ്തുകൊണ്ട് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇതിലൂടെ നമുക്ക് ആവശ്യമുള്ള ഒബ്ജക്റ്റുകൾ ക്വിക്കായി ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അടുത്ത അപ്ഡേറ്റ് മെറ്റീരിയലാണ്. ഓപ്പൺ PBR എന്ന മെറ്റീരിയലാണ് 3D Maxൽ ഡിഫോൾട്ട് മെറ്റീരിയലായി ആഡ് ആയിരിക്കുന്നത്. ഇതൊരു ഫിസിക്കൽ ബേസ്ഡ് മെറ്റീരിയലാണ്. ഒരുപാട് മെറ്റീരിയൽ പ്രിസെറ്റുകൾ നമുക്കിവിടെ കാണാവുന്നതാണ്. അർണോൾഡ് റെൻഡർ എഞ്ചിന്റെ ഈ ഒരു ടൂൾ ബാറും ഇവിടെ കാണാവുന്നതാണ്. എനേബിൾ ഡിനോയ്സ്, ഇന്ററാക്റ്റീവ് റെൻഡറിംഗ് തുടങ്ങിയ ഓപ്ഷനുകൾ നമുക്കിവിടെ കാണാവുന്നതാണ്. വളരെ ക്വിക്കായി റിസൾട്ട്സിനെ ചെക്ക് ചെയ്യാൻ ഈ റെൻഡർ എഞ്ചിനിലൂടെ സാധിക്കുന്നതാണ്. അടുത്ത ഫീച്ചർ വെർട്ടെക്സ് വെൽഡ് മോഡിഫയർ ആണ്. മെഷുകളിൽ യൂസ് ചെയ്യുന്ന പോലെ അറ്റാച്ച്ഡ് വെർട്ടെക്സുകളെ വെൽഡ് ചെയ്യുന്നതിനായി വെർട്ടെക്സ് വെൽഡ് എന്ന ഈ ഒരു മോഡിഫയർ 2D ഷേപ്പുകളിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഇതിലൂടെ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ഷേപ്പുകൾ യൂസ് ചെയ്ത് ഡ്രോ ചെയ്യാനും അതിന് ക്വിക്കായി വെൽഡ് ചെയ്ത് എക്സ്ട്രൂഡ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതുമാണ്. അടുത്ത ഫീച്ചർ റിട്ടേൺ ടു സ്റ്റാക്ക് എന്ന ഈ ഒരു ബട്ടനാണ്. ഡിഫോൾട്ടായി ഈ ഒരു ഓപ്ഷൻ ഇതിൽ ഓൺ ആണ്. ഈ ഒരു ഓപ്ഷൻ ഓൺ ആയിരിക്കുന്നതിലൂടെ നമ്മൾ സെലക്ട് ചെയ്യുന്ന സ്റ്റാക്ക് പൊസിഷൻസ് അവിടെ മെയിൻറ്റെയിൻ ആകുന്നതാണ്. ഒരു ഒബ്ജക്റ്റോ ആ ഒബ്ജക്റ്റിൽ നിങ്ങൾ ആഡ് ചെയ്തിട്ടുള്ള മോഡിഫയറുകളോ സെലക്ട് ചെയ്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് വേറൊരു ഒബ്ജക്റ്റ് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യുകയും വീണ്ടും തിരികെ ആ ഒരു പഴയ ഒബ്ജക്റ്റിനെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യുമ്പോൾ ഏത് മോഡിഫയർ ആണോ ലാസ്റ്റ് സെലക്ട് ചെയ്തിരിക്കുന്നത് ആ മോഡിഫയർ തന്നെ വീണ്ടും സെലക്ട് ആയി ലഭിക്കുന്നതാണ്. ഒരുപാട് ഒബ്ജക്റ്റുകളും മോഡിഫയർസും ആഡ് ചെയ്ത് വർക്ക് ചെയ്യുമ്പോൾ വർക്ക് ഫ്ലോ ഫാസ്റ്റ് ആക്കുന്നതിനായി പ്രിസർവ് സ്റ്റാക്ക് പൊസിഷൻ എന്ന ഈ ഒരു ഓപ്ഷനിലൂടെ സാധിക്കുന്നതാണ്. അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് വന്നിരിക്കുന്നത് ഷേപ്സിലെ റെക്റ്റാങ്കിൾ ക്രിയേഷനിലാണ്. ക്രിയേഷൻ മെത്തേഡിൽ 3 പോയിന്റ് എന്ന ഈ ഒരു ഓപ്ഷൻ ഇവിടെ കാണാവുന്നതാണ്. ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ 3 പോയിന്റുകൾ ക്ലിക്ക് ചെയ്ത് ഒരു റെക്റ്റാങ്കിളിനെ നമുക്ക് ഇതുപോലെ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇതിലൂടെ റെക്റ്റാങ്കിൾ ക്രിയേഷനിൽ വളരെ വലിയ ചേഞ്ചാണ് ഇവിടെ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഷേപ്പുകൾ യൂസ് ചെയ്തുകൊണ്ടുള്ള മോഡലിംഗിൽ വളരെ യൂസ്ഫുൾ ആണ് ഈ ഒരു അപ്ഡേറ്റ്. അടുത്ത ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ്സ് വന്നിരിക്കുന്നത് പെർഫോമൻസിലാണ്. അറേ, ബൂലിയൻ തുടങ്ങിയ മോഡിഫയറുകൾ 2025നേക്കാളും 40% ഫാസ്റ്ററായി പ്രോസസ്സിംഗ് ചെയ്യുന്നതാണ്. അടുത്ത ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് വന്നിരിക്കുന്നത് റീടോപ്പോളജി ടൂൾസിലാണ്. റീഫോം അൽഗോരിതം യൂസ് ചെയ്ത് വളരെ ഫാസ്റ്റായി റീടോപ്പോളജി ചെയ്യാൻ ഈ അപ്ഡേറ്റിലൂടെ സാധിക്കുന്നതാണ്. ഇതൊക്കെയാണ് 3D Max 2026ലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഫീച്ചേഴ്സ് ആൻഡ് അപ്ഡേറ്റ്. 3D Max 2026ലെ ഈ ഫീച്ചേഴ്സ് ആൻഡ് അപ്ഡേറ്റ്സ് യൂസ് ചെയ്ത് 3D വർക്ക് ഫ്ലോ ഇംപ്രൂവ് ചെയ്യാനും ഫാസ്റ്റ് ആക്കുവാനും സാധിക്കുന്നതാണ്. ഇത്രയുമാണ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം.
താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താനായി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക.